Hello my dears, let us do the activities of unit number 4, Star in the Jar. First, activity 1, go out and look around. നിങ്ങളുടെ ചുറ്റും പോയിട്ട് നോക്കുക. Find the things with features given below. താഴെ തന്നിരിക്കുന്ന പ്രത്യേകതകളുള്ള സാധനങ്ങൾ കണ്ടുപിടിക്കുക. Write the names in the boxes. അവയുടെ പേര് ഇവിടെ എഴുതുക. So first, find something. എന്താ കണ്ടുപിടിക്കേണ്ടത്? That is blue. ബ്ലൂ കളറുള്ള എന്തൊക്കെ ഉണ്ടാവും നമ്മുടെ ചുറ്റും? സ്കൈ, ഓഫ് കോഴ്സ്, ആകാശം ബ്ലൂ ആണ്. പിന്നെ എന്തെങ്കിലും ബ്ലൂ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് ഇവിടെ എഴുതാം. നെക്സ്റ്റ്, ഹാസ് 4 legs. കാറ്റ്, ഡോഗ്, ബഫ്ലോ, ഓക്കെ, കൗ ഒക്കെ നിങ്ങൾക്ക് എഴുതാം. ഈസ് റൗണ്ട്, നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ടാവും. പ്ലേറ്റ്, ഓക്കെ. ദെൻ സ്മെൽസ്, മണമുള്ളത്. ഫ്ലവേഴ്സ്, ലെമൺ ലീഫ് ഒക്കെ നമുക്ക് മണമുള്ളതാണ്. ഹാസ് റൗണ്ട് ഐസ്, വട്ടമുള്ള കണ്ണുള്ളത്. നമ്മുടെ അടുത്ത് ഉള്ളതാരാ? മൂങ്ങ അല്ലേ, ഔള്. പിന്നെ ഈസ് യെല്ലോ, മഞ്ഞ നിറമുള്ളത്. ഫ്ലവർ ആവാം, സണ്ണാവാം, ഓക്കെ. ഗ്ലിറ്റേഴ്സ്, തിളങ്ങുന്നത് എന്താ? സ്റ്റാർസ്, ഓക്കെ. ഹാസ് ലോങ് ടെയിൽ, ഹു ഈസ് ദാറ്റ്? മങ്കി, നീളമുള്ള വാലുള്ളത്. ഹോപ്സ്, ചാടുന്നതാരാ? റാബിറ്റ്. ക്ലൈംസ് ട്രീസ്, മരങ്ങളൊക്കെ കയറുന്നത്. സ്ക്വിറൽ, ഓക്കെ. നൗ ആക്ടിവിറ്റി 2, ഡു യു ഹാവ് എ ട്രഷർ? നിങ്ങളുടെ കയ്യിൽ ഒരു ട്രഷർ ഉണ്ടോ? വാട്ട് ഈസ് ദാറ്റ്? എന്താ ഉള്ളത്? ഡ്രോ ഇറ്റ്സ് പിക്ചർ ബിലോ ആൻഡ് റൈറ്റ് അബൌട്ട് ദാറ്റ്. അതിൻ്റെ ചിത്രം താഴെ വരച്ചിട്ട് അതിനെക്കുറിച്ച് എഴുതണം. സോ മൈ ട്രഷർ ഈസ് ഡോൾ. എൻ്റെ ട്രഷർ ഒരു ഡോളാണ്. ഞാൻ അതിൻ്റെ പിക്ചർ ഇവിടെ വരച്ചിട്ടുണ്ട്. So what all things you need to write? Its color, its size, is it nice to see, do you like that എന്നൊക്കെ കാര്യങ്ങൾ എഴുതണം. ഫസ്റ്റ് മൈ ട്രഷർ ഈസ്, എന്താണ് നിങ്ങളുടെ ട്രഷർ? അതിൻ്റെ നെയിം, പേര് എഴുതണം. നെക്സ്റ്റ് അതിൻ്റെ കളർ എഴുതണം. ഇറ്റ് ഈസ് പിങ്ക് ഇൻ കളർ. ദെൻ ഈസ് ഇറ്റ് ബിഗ് ഓർ സ്മോൾ, ബിഗ് ആണോ സ്മോൾ ആണോ എന്ന് എഴുതണം. ഇറ്റ് ഈസ് ബിഗ് ഡോൾ. ദെൻ ഈസ് ഇറ്റ് നൈസ് ടു സീ, കാണാൻ ഭംഗിയുള്ളതാണോ? അങ്ങനെങ്കിൽ ഇറ്റ് ഈസ് വെരി നൈസ് ടു സീ. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമാണോ? ഐ ലൈക്ക് മൈ ഡോൾ. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അതെങ്ങനെ എഴുതുക, ഓക്കെ. ആക്ടിവിറ്റി 3, ട്രഷർ ഹണ്ട്. ട്രഷർ ഹണ്ട് നമ്മൾ ചില സ്ഥലത്തൊക്കെ കണ്ടിട്ടുണ്ടാവും. മത്സരം, ഓരോ സാധനങ്ങൾ ഓരോ സ്ഥലത്ത് ഒളിപ്പിച്ചിട്ട് വെച്ചിട്ട് നമ്മളത് പരിധിയെടുക്കുക. അതുപോലെ ഒരു ട്രഷർ ഹണ്ടാണിത്. അപ്പോൾ ഇവിടെയാണ് സ്റ്റാർട്ട്. അപ്പോൾ ഇവിടെ നമ്മളിങ്ങനെ ക്രോസ് ദ റിവർ, ഈ റിവർ ക്രോസ് ചെയ്യാനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ക്രോസ് ചെയ്തിട്ടാകുമ്പോൾ ഇവിടെ എന്താ കാണിക്കുന്നത്? കളർ ദ ലെറ്റർ ആൻഡ് ടേൺ ലെഫ്റ്റ്. ഈ ഒരു ലെറ്ററിന് കളർ ചെയ്തിട്ട് ലെഫ്റ്റിലോട്ട് തിരിയാൻ. അപ്പോൾ നമുക്ക് ഇങ്ങോട്ടേക്ക് പോകണം. അപ്പോൾ ഇവിടെ എന്ത് കൊടുത്തു? കളർ ദ ലെറ്റർ ആൻഡ് ടേൺ റൈറ്റ്. ഈ ലെറ്ററിന് എക്ക് കളർ ചെയ്തിട്ട് ടേൺ റൈറ്റ്, ഇങ്ങോട്ടേക്ക് വരാൻ. പിന്നെ നെക്സ്റ്റ് ഇവിടെ എന്താ കൊടുത്തത്? കളർ ദ ലെറ്റർ ആൻഡ് ഗോ സ്ട്രൈറ്റ്. എന്നിന് കളർ കൊടുത്തിട്ട് നേരെ പോകണം. പിന്നെ എന്താ കൊടുക്കുന്നതാ? ഇവിടെ എത്തിയപ്പോൾ കളർ ദ ലെറ്റർ ആൻഡ് ടേൺ റൈറ്റ്, ഡിക്ക് കളർ കൊടുത്തിട്ട് ഇങ്ങോട്ട് തിരിയാൻ വേണ്ടി. അതിനടുത്തത് ഇങ്ങനെ വരുമ്പോൾ എല്ലിൻ്റെ അടുത്തെത്തും. അപ്പോൾ കളർ ദ ലെറ്റർ ആൻഡ് ഗോ ഫോർവേഡ്, എല്ലിന് കളർ ചെയ്തിട്ട് മുന്നോട്ട് പോവാൻ. അവസാനം ഈയുടെ അടുത്തെത്തുമ്പോൾ കളർ ദ ലെറ്റർ, ഈ ലെറ്ററിന് കളർ ചെയ്യാൻ. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഫിനിഷ് ചെയ്യുന്നു. സോ ദിസ് ഈസ് ദ കളേർഡ് പിക്ചർ. റൈറ്റ് ദ ലെറ്റേഴ്സ് കളേർഡ് ഇൻ പ്രോപ്പർ ഓർഡർ. അപ്പോൾ കളർ ചെയ്തിട്ടുള്ള അക്ഷരങ്ങളൊക്കെ ഇവിടെ പ്രോപ്പറായിട്ട് എഴുതാൻ വേണ്ടി. അപ്പോൾ നമുക്ക് എന്ത് വേർഡ് കിട്ടും? CANDLE, കാൻഡിൽ എന്നുള്ള ഒരു വേർഡാണ് നമുക്കിവിടെ കിട്ടുക. സോ ദാറ്റ് ഈസ് ദ ട്രഷർ കെപ്റ്റ് ഹിയർ. ആക്ടിവിറ്റി 4, കളർ ദ ഷേപ്സ് വിത്ത് നമ്പേഴ്സ് ഇൻ ദം. ഫോളോ ദ ഇൻസ്ട്രക്ഷൻസ് ഗിവൻ ബിലോ. ഈ തന്നിരിക്കുന്ന ഷേപ്സിനെ നോക്കിയിട്ട് അതിൻ്റെ ഷേപ്സിൽ നിങ്ങൾക്ക് പറഞ്ഞിരിക്കുന്ന നിറം കൊടുക്കണം. അപ്പോൾ ഫോളോ ദ ഇൻസ്ട്രക്ഷൻസ് ഗിവൺ ബിലോ. എന്താണ്, എങ്ങനെയുള്ള നിറം കൊടുക്കേണ്ടത്? 1 ഗ്രീന്, 2 യെല്ലോ, 3 ലൈറ്റ് ബ്ലൂ, 4 ഡാർക്ക് ബ്ലൂ. യു വിൽ ഗെറ്റ് എ ബ്യൂട്ടിഫുൾ ട്രഷർ. അങ്ങനെ കൊടുത്താൽ നിങ്ങൾക്ക് ഇവിടെ നല്ലൊരു ട്രഷർ കിട്ടും എന്നാണ് പറയുന്നത്. സോ ലെറ്റ് us ചെക്ക്. അപ്പോൾ നിങ്ങൾ നിറം കൊടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്താ കിട്ടുന്നത്? യെസ്, ഇറ്റ്സ് എ പീകോക്ക് ഫെദർ. ഇസ് ഇറ്റ്? ആക്ടിവിറ്റി 5, ഗോ ഔട്ട് ആൻഡ് വാച്ച് ദ തിങ്സ് അറൗണ്ട് യുവർ ക്ലാസ്. പുറത്ത് പോയിട്ട് നിങ്ങളുടെ ചുറ്റുള്ള സാധനങ്ങളൊക്കെ നോക്കുക. ചെക്ക് ദ ലിസ്റ്റ് ആൻഡ് മാർക്ക് ദ തിങ്സ് യു ഹാവ് സീൻ. ദ ലിസ്റ്റ് നോക്കിയിട്ട് നിങ്ങൾ കണ്ട കാര്യങ്ങളിലൊക്കെ ടിക്ക് കൊടുക്കണം. സ്പാരോ കണ്ടാൽ ടിക്ക് കൊടുക്കുക. സ്വിങ് ഇവിടെ ടിക്ക് കൊടുക്കുക. നിങ്ങളുടെ സ്കൂളിലുണ്ടെങ്കിൽ ഹണി ബി, ബൈക്ക്, ബൈസൈക്കിള്, ക്രോ, പാരറ്റ്, കാറ്റർപില്ലർ, പിന്നെ
ഫെദർ, പിന്നെ സ്പൈഡർ ആൻഡ് സ്പൈഡർ വെബ്, ചിലന്തിയും ചിലന്തി വലയും. പിന്നെയോ ട്രീ ഉണ്ടെങ്കിൽ ടിക്ക് കൊടുക്കുക, ബട്ടർഫ്ലൈ, ക്ലൗഡ്, ആൻഡ് ഫ്ലവർ, ലീഫ് വാട്ടർ വെള്ളം, റെയിൻബോ, ബീറ്റിൽ ഇങ്ങനെയുള്ള വണ്ട് ഉണ്ടെങ്കിൽ അതിന് ടിക്ക് കൊടുക്കണം. സീസോ. അപ്പൊ ഇതിൽ ചിലത് നിങ്ങളുടെ ചുറ്റും ഉണ്ടാവും, ചിലത് ഉണ്ടാവില്ല. അപ്പൊ ഉള്ളതിന് ശരി കൊടുക്കോ, ഇല്ലാത്തത് നിങ്ങൾക്ക് ക്രോസ് മാർക്ക് ചെയ്യാം. ഓക്കെ. നെക്സ്റ്റ് ആക്ടിവിറ്റി 6. ലക്കി മെറ്റ് അബി ഹിസ് ഫ്രണ്ട്. അബി സോ ദ ട്രഷർ. കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ അബി ആൻഡ് ലക്കി. ലക്കിയുടെ കയ്യില് ഈ ഒരു ട്രഷർ കണ്ടപ്പോൾ എന്തായിരിക്കും അബി ചോദിച്ചിട്ടുണ്ടാവുക? അബി, വാട്ട് ഈസ് ഇൻ യുവർ ഹാൻഡ്? എന്താ നിന്റെ കയ്യില്? ലക്കി എന്ന് പറഞ്ഞു, ഇറ്റ് ഈസ് എ ട്രഷർ. ഓക്കെ. അപ്പൊ അബി എന്ത് ചോദിച്ചു? എവിടുന്നാണ് നിനക്കത് കിട്ടിയത്? വേർ ഡിഡ് യു ഗെറ്റ് ഇറ്റ്? എവിടുന്ന് കിട്ടി? എന്ത് പറയണം? ഐ ഗോട്ട് ഇറ്റ് ഫ്രം ദ ഗാർഡൻ. എനിക്ക് ഗാർഡനിലാണ് കിട്ടിയത്. പിന്നെ ഇപ്പൊ എന്ത് ചോദിക്കും അബി? ഈസ് ദിസ് യുവർ ടോയ്? നിന്റെ ടോയ് ആണോ? അപ്പൊ എന്ത് പറയണം? എന്റെ ടോയ് അല്ല. നോ, ദിസ് ഈസ് നോട്ട് മൈൻ. ഇത് എന്റെ ടോയ് അല്ല. ഓക്കെ. നെക്സ്റ്റ് ആക്ടിവിറ്റി 7. റീഡ് ദ റിഡിൽസ് ആൻഡ് ഫൈൻഡ് ദ ആൻസർ. മേക്ക് എ റിഡിൽ ഓൺ ദ ഗിവൺ പിക്ചർ. ഈ റിഡിൽസ് നോക്കിയിട്ട് നിങ്ങൾ ഒരു ആൻസർ, ഇതിന്റെ ആൻസർ പറയണം. സോ ഇറ്റ് ഈസ്, ഇവിടെ ബട്ട്, പക്ഷേ, അതായത് ഒന്നാണ് പക്ഷെ മറ്റ് അതല്ല എന്ന രീതിയിലുള്ള റിഡിൽസ് ആണ് നമുക്ക് തയ്യാറാക്കേണ്ടത്. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇറ്റ് ഈസ് എ ബേർഡ്, ഒരു പക്ഷിയാണ്, ബട്ട് ഇറ്റ് കാൺ ഫ്ലൈ. പക്ഷിയാണ് പക്ഷെ പറക്കാൻ പറ്റില്ല. ആരാ? പെൻഗ്വിൻ. പിന്നെ ഇറ്റ് ഹാസ് 4 legs, 4 കാലുണ്ട്, ബട്ട് ഇറ്റ് കനോട്ട് വാക്ക്, അതിനെ നടക്കാൻ പറ്റില്ല. ആരാ? ടേബിൾ. നെക്സ്റ്റ് ഐ ഹാവ് 3 leaves, എനിക്ക് 3 ഇലകളുണ്ട്, ബട്ട് ഐ ആം നോട്ട് എ ട്രീ, ഞാൻ ഒരു മരമല്ല. ആരാത്? യെസ്, ഇറ്റ്സ് എ ഫാൻ. നെക്സ്റ്റ് ബാറ്റിന് തന്നിട്ടുണ്ട്, നിങ്ങൾ അതിന്റെ റിഡിൽ കൊടുക്കണം. അപ്പൊ എന്ത് കൊടുക്കാം? ഐ ആം നോട്ട് എ ബേർഡ്, ഞാനൊരു പക്ഷിയല്ല, ബട്ട് ഐ ക്യാൻ ഫ്ലൈ, എനിക്ക് പറക്കാൻ കഴിയും. ഓക്കെ. Now activity 8. Lucky put the treasure in a jar. In the evening he wrote about the treasure in his diary. Prepare Lucky's diary. അപ്പോൾ ലക്കിക്ക് ട്രഷർ കിട്ടി. അപ്പൊ എന്തായിരിക്കും അന്ന് രാത്രി അവൻ ഡയറിയിൽ എഴുതുക? അപ്പൊ എന്തൊക്കെ കാര്യങ്ങൾ എഴുതണം? ട്രഷർ കിട്ടി, ഇറ്റ് ഈസ് ലൈക്ക് എ സ്റ്റാർ എഴുതണം, അത് തിക്ക് ആൻഡ് ഗ്ലോസി ആണെന്ന് എഴുതണം, ഹെവി ആണെന്ന് എഴുതണം, നോട്ട് എ ടോയ്, അതൊരു ടോയ് അല്ല എന്ന് എഴുതണം, വാണ്ടഡ് ടു ഫൈൻഡ് ദ ഓണർ, അതിന്റെ ഉടമസ്ഥൻ ആരാണെന്ന് കണ്ടെത്തണം എന്ന് എഴുതണം, എനിക്കത് ഇഷ്ടമായി, ഐ ലൈക്ക് ഇറ്റ് എന്ന് എഴുതണം. അപ്പൊ എങ്ങനെ എഴുതുമെന്ന് നമുക്ക് നോക്കാം. അപ്പം ഡയറിയിൽ എങ്ങനെ എഴുതുക? ഫസ്റ്റ് മുകളിൽ ഡേറ്റ് എഴുതണം, ഏത് ദിവസമാണെന്നുള്ളത്, പിന്നെ വെനസ്ഡേ ആണോ തേഴ്സ്ഡേ ആണോ അങ്ങനെ എഴുതണം. എന്നിട്ട് ടുഡേ ഐ ഗോട്ട് എ ട്രഷർ, ഇന്ന് എനിക്കൊരു ട്രഷർ കിട്ടി. ഇറ്റ് വാസ് തിക്ക് ആൻഡ് ഗ്ലോസി, ഇറ്റ് ലുക്ക്ഡ് ലൈക്ക് എ സ്റ്റാർ, നക്ഷത്രം പോലെ ഉണ്ടായിരുന്നു. ഇറ്റ് വാസ് നോട്ട് എ ടോയ്, ഇറ്റ് വാസ് ഹെവി ടു, നല്ല കനം ഉണ്ടായിരുന്നു അല്ലേ. ഐ ആസ്ക്ഡ് മെനി പീപ്പിൾ, ആരോടൊക്കെ ചോദിച്ചു. ഐ വാണ്ട് ടു ഫൈൻഡ് ദ ഓണർ, ഓണർ എന്ന് പറഞ്ഞാൽ ഉടമസ്ഥൻ, അതിന്റെ ഉടമസ്ഥനെ എനിക്ക് കണ്ടുപിടിക്കണം. ബട്ട് നോ വൺ ന്യൂ, ആർക്കും അറിയില്ല. അറ്റ് ലാസ്റ്റ് ഐ കെപ്റ്റ് ഇറ്റ് ഇൻ എ ജാർ, ലാസ്റ്റ് ഞാനതൊരു ജാറിലിട്ടു. ഐ ലൈക്ക് ദ ട്രഷർ, ഇറ്റ് വാസ് വെരി നൈസ്, എനിക്കത് നല്ല ഇഷ്ടമായി അല്ലേ. അപ്പോൾ ഞാനതൊരു ജാറിലിട്ട് വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ആക്ടിവിറ്റി 9. ലുക്ക് അറ്റ് ദ നൈറ്റ് സ്കൈ, പേസ്റ്റ് സ്റ്റാർസ് ആൻഡ് മേക്ക് ഇറ്റ് സ്റ്റാറി നൈറ്റ്. ഒരു നൈറ്റ് സ്കൈ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങളിവിടെ സ്റ്റാർ ഒക്കെ പേസ്റ്റ് ചെയ്തിട്ട് സ്റ്റാറി നൈറ്റ് ആക്കണം. അപ്പം എന്ത് ചെയ്താൽ നിങ്ങൾക്ക് ഇതുപോലെ സ്റ്റാർസ് ഒക്കെ പേസ്റ്റ് ചെയ്തിട്ട് നല്ല സ്റ്റാറി നൈറ്റ്സിന്റെ പിക്ചേഴ്സ് ആക്കി മാറ്റാം. ഓക്കെ. നെക്സ്റ്റ് ആക്ടിവിറ്റി 10. ലുക്ക് അറ്റ് ദ പിക്ചേഴ്സ്, സെലക്ട് സ്യൂട്ടബിൾ മെസ്സേജസ് ആൻഡ് റൈറ്റ് ഇൻ ദ ബോക്സസ്. ഈ പിക്ചർ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഇതെന്താ ചെയ്യുന്നത്. തള്ളുന്നല്ല, തള്ളുക എന്നുള്ളതിന് എന്താ പറയാ? പുഷ്. പിന്നെ ഇവിടെ എന്താ? ഒരു സൈഡിലോട്ട് മാത്രമേ വണ്ടി പോയിക്കൂടൂ, അതിനർത്ഥം എന്താ? 1 വേ, ഒരു വശത്തൂടെ മാത്രം, 1 വേ. അത് നമ്മൾ ഇവിടെ എഴുതാം, പുഷ് 1 വേ. പിന്നെ ഇവിടെ എന്താ? പാർക്ക് ചെയ്തുകൂടാ, അപ്പൊ എന്താ? നോ പാർക്കിംഗ്. പിന്നെ ബസ് നിർത്തേണ്ട സ്ഥലം, ബസ് സ്റ്റോപ്പ്. ഓക്കെ, അത് ഓപ്ഷൻസ് നമുക്കിവിടെ താഴെ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ആക്ടിവിറ്റി 11. The treasure is a real star. Lucky called out to Lucy. He was thrilled. Complete the conversation between Lucky and Lucy.
അപ്പോൾ അതൊരു സ്റ്റാർ ആണെന്ന് അവർക്ക് മനസ്സിലായി. അപ്പോൾ ലക്കി വിളിക്കുകയാണ് ആരെ, ലൂസിയെ. എന്നിട്ട് പറയാം. അപ്പോൾ എന്ത് ചെയ്യുന്നു, ദിസ് ഈസ് നോട്ട് എ ടോയ്, ഇതൊരു ടോയ് അല്ല, ദിസ് ഈസ് എ റിയൽ സ്റ്റാർ ഫ്രം ദ സ്കൈ, ഇത് ആകാശത്ത് നിന്ന് വന്ന ഒരു നക്ഷത്രമാണെന്ന് പറയുന്നു അല്ലേ. അപ്പോൾ വിളിച്ചു. അവൻ എന്ത് ചെയ്തു, ലൂസിയെ വിളിച്ചു. അപ്പോൾ ലൂസി വന്നുകൊണ്ട് ചോദിക്കാം, ലക്കി വാട്ട് ഈസ് ദ മാറ്റർ, എന്തിനാ വിളിച്ചത്? അപ്പോൾ നമ്മുടെ ലക്കി എന്താ പറയുന്നേ, ദിസ് ഈസ് നോട്ട് എ ടോയ്, ഇതൊരു ടോയ് അല്ല, ദിസ് ഈസ് എ റിയൽ സ്റ്റാർ ഫ്രം ദ സ്കൈ, ഇതൊരു ആകാശത്ത് വന്ന ഒരു സ്റ്റാർ ആണെന്ന് പറയുന്നു. അപ്പോൾ എന്ത് ചോദിക്കും, നമ്മുടെ ലൂസി, ആണോ, അപ്പൊ നമ്മളിനി എന്ത് ചെയ്യും അല്ലേ, ഈസ് ഇറ്റ്, ആണോ, വാട്ട് വിൽ ബി ഡു നൗ, നമ്മളിനി എന്താ ചെയ്യുക? അപ്പോൾ നമ്മുടെ ലക്കി എന്താ പറയും, ഐ ഹാവ് നോ ഐഡിയ, എനിക്കറിയില്ല എന്താ ചെയ്യണമെന്ന്, എനിക്കൊന്നും പിടികിട്ടുന്നില്ല എന്ന് പറയും അല്ലേ. Activity 12. Lucy and Lucky are talking about ideas to send the star back to the sky. Complete the conversation. നമ്മുടെ ലൂസിയും ലക്കിയും എങ്ങനെയെങ്കിലും നമ്മുടെ സ്റ്റാറിനെ സ്കൈയിലോട്ട് പറഞ്ഞയക്കാനുള്ള ഐഡിയ ചിന്തിക്കുകയെന്ന്. അപ്പോൾ അവർ തമ്മിലുള്ള കോൺവെർസേഷനാണ് നമുക്ക് ഫില്ല് ചെയ്യേണ്ടത്. എന്തോ ഒന്ന് ലൂസി നമ്മുടെ ലക്കിയോട് പറഞ്ഞു. എന്താണ്, എന്താ ഇവിടെ കാണിക്കുന്നത്, റോക്കറ്റിൽ പറഞ്ഞയക്കുന്ന എന്തോ ആണെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മുടെ ലക്കി പറയാണ്, ബട്ട് വി ഹാവ് നോ റോക്കറ്റ്. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കാം ലൂസി പറഞ്ഞിട്ടുണ്ടാവുക, ലെറ്റ് us സെൻഡ് ദ സ്റ്റാർ ബാക്ക് ടു ദ സ്കൈ, അല്ലെങ്കിൽ ലെറ്റ് us സെൻഡ് ദ സ്റ്റാർ ബാക്ക് ടു ദ സ്കൈ ഇൻ റോക്കറ്റ്. അങ്ങനെ പറഞ്ഞതുകൊണ്ടായിരിക്കാം ബട്ട് വി ഹാവ് നോ റോക്കറ്റ് എന്ന് അവൻ പറയാൻ കാരണം. നെക്സ്റ്റ്, അപ്പോൾ ലക്കി എന്തോ പറയുന്നുണ്ട്, നമുക്കൊരു മെസ്സേജ് എന്തോ അയക്കാമെന്നോ എന്തോ പറയുന്നുണ്ട്. അപ്പോൾ ലൂസി എന്താ ചോദിക്കുന്നത്, ക്യാൻ ദേ റീഡ് ദാറ്റ്, അവർക്കത് വായിക്കാൻ കഴിയുമോ എന്ന് ചോദിക്കണമെങ്കിൽ എന്തായിരിക്കാം അവൻ പറഞ്ഞത്, വി ക്യാൻ റൈറ്റ് എ മെസ്സേജ്, നമുക്കൊരു മെസ്സേജ് അയക്കാം അല്ലേ, എഴുതാം എന്നായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. ഓക്കെ, നൗ ആക്ടിവിറ്റി 13. മേക്ക് എ ക്യാൻഡിൽ ഫോളോയിങ് ദ പിക്ചേഴ്സ്. താഴെ തന്നിരിക്കുന്ന പിക്ചേഴ്സ് യൂസ് ചെയ്തിട്ട് ഒരു ക്യാൻഡിൽ ഉണ്ടാക്കണം. ഫസ്റ്റ് യു വാണ്ട് ടു ടേക്ക് എ സ്ക്വയർ പേപ്പർ എടുക്കുക. ദെൻ ഫോൾഡ് ഫ്രം കോർണേഴ്സ് ടു സെൻറ്റർ, രണ്ട് സൈഡിൽ എല്ലാ ഭാഗത്തു നിന്നും സെൻറ്ററിലോട്ട് മടക്കുക. ദെൻ അൺഫോൾഡ് വൺ കോർണർ, ഒരു കോർണർ തുറന്ന് പിടിക്കുക. ഫോൾഡ് അപ്പ് ഫ്രം ദ മിഡിൽ ലൈനിന്ന് നടുക്കിലോട്ടേക്ക് മടക്കുക. ദെൻ ടേൺ ദ പേപ്പർ തിരിച്ചു വെക്കുക. ഫോൾഡ് ദ സൈഡ്സ് അലോങ് ദ സൈഡ്സ് ലൈൻസോടുകൂടി മടക്കുക. ദെൻ റോൾ ദ പേപ്പർ ആൻഡ് ഇൻസേർട്ട് വൺ സൈഡ് ഇൻ ടു അനദർ. റോൾ ചെയ്തിട്ട് ഒരു വശം മറ്റേതിൻ്റെ അകത്തോട്ടേക്ക് കയറ്റുക. ദെൻ ട്വിസ്റ്റ് ദ ടോപ്പ് പാർട്ട് റൈറ്റ് ടു മേക്ക് ദ ഫ്ലെയിം. മോൾ ഭാഗം വലത്തോട്ടേക്ക് തിരിച്ചാൽ നമുക്കൊരു തീപ്പന്തം പോലെ, അതായത് ഒരു ക്യാൻഡിൽ ലൈറ്റ് കത്തി നിൽക്കുന്ന ഒരു ക്യാൻഡിൽ പോലെ കിട്ടും. Okay. Now activity 14. The stars send a reply to the children. Color the stars with dots at the center. You will get the message. അപ്പോൾ സ്റ്റാർസ് കുട്ടികളോട് എന്തോ ഒരു മറുപടി പറയുന്നുണ്ട്. അപ്പോൾ അത് കിട്ടണമെങ്കിൽ ഈ ഡോട്ട് ഉള്ള സ്റ്റാറിനെ നിങ്ങൾ കളർ ചെയ്യണം. അപ്പോൾ അങ്ങനെ കളർ ചെയ്താൽ നമുക്ക് കിട്ടുന്ന മെസ്സേജ് എന്താ, ഗോട്ട് ദ മെസ്സേജ്, നിങ്ങളുടെ മെസ്സേജ് ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു എന്നാണ് അവിടെ കൊടുത്തിട്ടുള്ളത് അല്ലേ. നെക്സ്റ്റ് ആക്ടിവിറ്റി 15. ലക്കി സെൻഡ് എ മെസ്സേജ് ടു ഹിസ് ഫ്രണ്ട് അഭി അബൌട്ട് ദ സ്റ്റാർ. അപ്പോൾ സ്റ്റാറിനെ കുറിച്ച് അഭിനോട് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അവന് മനസ്സിലായി, ലക്കിക്ക് മനസ്സിലായി എന്താണ് ഇത് ഒറിജിനൽ സ്റ്റാർ ആണെന്നൊക്കെ മനസ്സിലായി. അപ്പോൾ എന്തായിരിക്കാം അഭിക്ക് ലക്കി അയക്കുന്ന മെസ്സേജ്, വാട്ട് വുഡ് ലക്കി റൈറ്റ് ഓൺ ദ മൊബൈൽ ഫോണിൽ എന്തായിരിക്കാം ലക്കി കൊടുക്കുന്ന മെസ്സേജ് അഭിയോട് പറയുന്നത്, എന്താ, ഇറ്റ് വാസ് നോട്ട് എ ടോയ് സ്റ്റാർ, അതൊരു ടോയ് സ്റ്റാർ അല്ല അഭി അല്ലേ, ഇറ്റ് വാസ് എ റിയൽ സ്റ്റാർ, അതൊരു ശരിക്കുള്ള സ്റ്റാർ ആണ്, ഇറ്റ് ഷോൺ അറ്റ് നൈറ്റ്, അത് രാത്രിയിൽ തിളങ്ങിയിരുന്നു, ഇറ്റ് ഫെൽ ഡൗൺ ഫ്രം ദ സ്കൈ, അത് ആകാശത്തിൽ നിന്നും വീണതാണ്, പിന്നെയോ വി വാണ്ടഡ് ടു സെൻഡ് ഇറ്റ് ബാക്ക്, നമുക്കതിനെ തിരിച്ച് പറഞ്ഞയക്കണം, സോ വി റോട്ട് എ മെസ്സേജ് ഫോർ ദ സ്കൈ, അതുകൊണ്ട് നമ്മൾ ആകാശത്തോട്ടേക്കൊരു മെസ്സേജ് അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ എഴുതിയിട്ടുണ്ട് അല്ലേ. ഓക്കെ, നൗ ആക്ടിവിറ്റി 16. റീഡ് ദ സെൻറ്റൻസ് ആൻഡ് ഡ്രോ സ്യൂട്ടബിൾ ഇമോജീസ് ഇൻ ദ ബോക്സസ്. താഴെ 4 ഇമോജീസ്, നിങ്ങൾ ഈ ഇമോജീസ് കണ്ടിട്ടുണ്ടാവും വാട്സപ്പിലൊക്കെ അല്ലേ. അപ്പോൾ ഇത് സാഡിന്, ഇതെന്താ കൺഫ്യൂഷൻ, നമുക്ക് അത് വേണോ ഇത് വേണോ അങ്ങനെ ചിന്തിക്കുന്ന സമയം, ഇത് ഹാപ്പി, ഇതെന്താ സർപ്രൈസ്, അത്ഭുതം, നമ്മൾ സർപ്രൈസ് ആയിട്ടുണ്ടാകുമ്പോഴുള്ള ഇമോജിയാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് എന്താണ് കൊടുത്തിരിക്കുന്നത്,
Oh, you can shine so bright, Lucky asked in surprise. ലക്കി സർപ്രൈസോടെ ചോദിക്കുകയാണല്ലേ, യു ക്യാൻ ഷൈൻ സോ ബ്രൈറ്റ്, ഇത്ര നന്നായി നിനക്ക് തിളങ്ങാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നത് എന്താ, സർപ്രൈസാണ്. അപ്പോൾ സർപ്രൈസിൻ്റെ ഇമോജിയാണ് ഇവിടെ വേണ്ടത്. നെക്സ്റ്റ്, ബട്ട് ദി സ്റ്റാർ ഡിഡിൻ മൂവ്, ലക്കി ഫെൽറ്റ് സാഡ്. സ്റ്റാർ അനങ്ങിയില്ല, അതുകൊണ്ട് ലക്കിക്ക് സങ്കടമായി. സാഡ് ഇമോജിയാണ് നമ്മളിവിടെ കൊടുക്കേണ്ടത്. നെക്സ്റ്റ്, ഫൈനലി വി ഫൗണ്ട് ദ ഓണർ ഓഫ് ദ ട്രഷർ, ലക്കി സെഡ് ഹാപ്പിലി. അങ്ങനെ നമ്മൾ നമ്മുടെ ട്രഷറിൻ്റെ ഓണറിനെ കണ്ടെത്തി. സോ ഇറ്റ് ഈസ് എ ഹാപ്പി മൂഡ്, അതുകൊണ്ട് ഹാപ്പി കൊടുക്കണം. ഈസ് ഇറ്റ് റിയലി എ സ്റ്റാർ, അത് ശരിക്കും ഒരു സ്റ്റാർ ആണോ? ഹൗ ഡിഡ് ഇറ്റ് കം ഹിയർ, അതെങ്ങനെയാണ് ഇവിടത്തേക്ക് വന്നത്? ലക്കി വാസ് കൺഫ്യൂസ്ഡ്, ആകാശത്തുള്ള സ്റ്റാർ എങ്ങനെ താഴെ വന്നു? ആകെ ആശയക്കുഴപ്പത്തിലായി. സോ കൺഫ്യൂസ്ഡ് എന്നുള്ള ഇമോജിയാണ് ഇവിടെ കൊടുക്കേണ്ടത്. നെക്സ്റ്റ്, ആക്ടിവിറ്റി 17. ഹൂ സേസ് ദീസ് ഡയലോഗ്സ്, നെയിം ദ സ്പീക്കർ. താഴെ തന്നിരിക്കുന്ന ഡയലോഗ്സ് ഒരു റിഡിൽസ് പോലെ കൊടുത്തിട്ടുണ്ട്. അതാരാണ് പറയുന്നത് നിങ്ങൾ കണ്ടുപിടിക്കണം. ഐ ഫ്ലൈ ഇൻ ദ സ്കൈ ബട്ട് ഐ ഹാവ് നോ വിങ്സ്, ഞാൻ ആകാശത്ത് പറക്കും പക്ഷെ എനിക്ക് ചിറകുകളില്ല. ആരാത്? യെസ്, ക്ലൗഡ്സ് അല്ലേ, ആകാശത്ത് പറക്കും പക്ഷേ അതിനെന്തില്ല, ചിറകില്ല. നെക്സ്റ്റ്, വി ട്വിങ്കിൾ ആൻഡ് സ്മൈൽ യു സീ എസ് ഓൺലി അറ്റ് നൈറ്റ്, നമ്മൾ മിന്നും തിളങ്ങുകയും ചെയ്യും, നിങ്ങൾ രാത്രിയിൽ മാത്രമാണ് കാണുക. ആരാ? യെസ്, സ്റ്റാർസ്. ഈസ് ഇറ്റ്? ഓക്കെ. നെക്സ്റ്റ്, ഐ ആം റൗണ്ട് ബട്ട് നോട്ട് ഓൾവേസ്, ഞാൻ വട്ടത്തിലാണ് പക്ഷെ എല്ലായ്പ്പോഴും അല്ല. ഐ ഗിവ് യു ലൈറ്റ്, ഞാൻ നിങ്ങൾക്ക് പ്രകാശം തരാറുണ്ട്. ഐ ആം നോട്ട് ദ സൺ, ഞാൻ സണ്ണും അല്ല. സണ്ണല്ലാത്ത ഇടയ്ക്കിടയ്ക്ക് റൗണ്ട് ഷേപ്പ് ഉണ്ടാവുന്ന ആളാരാ? യെസ്, ദ മൂൺ. ഈസ് ഇറ്റ്? സോ ഇവിടെ നമ്മൾ മൂൺ എന്ന് എഴുതും. Okay, now activity 18. Add more lines to the song. ഈ സോങ്ങിൽ ലൈൻസ് ആഡ് ചെയ്യണം. I was a cute little star in the sky. I was happy there and shone so bright. I fell down one night from the sky. Oh dear friends, I lost my light. Now I rest on the ground so soft and cool. Still I miss my starry sky. Oh dear sky, please take me near. I want to shine and dance, my dear. Now I rest on the ground so soft and cool. Still I miss my starry sky. പിന്നെ ആരൊക്കെ മിസ് ചെയ്യുന്നുണ്ട്? Yes, I miss the moon who was my friend. I want to shine and dance, my dear. സോ ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലൈൻസ് ആഡ് ചെയ്യാം. ആരൊക്കെ മിസ് ചെയ്യുന്നുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ ആഡ് ചെയ്യാം. ഓക്കെ. നെക്സ്റ്റ്, ആക്ടിവിറ്റി 19. കളർ ദ വേർഡ്സ് വിത്ത് സിമിലർ എൻഡിങ്സ് ആൻഡ് റൈറ്റ് ദം ഡൗൺ. ഒരേ സൗണ്ടിൽ എൻഡ് ചെയ്യുന്ന വേർഡ്സ് കണ്ടെത്തിയിട്ട് നിങ്ങളിവിടെ എഴുതണം. അപ്പോൾ നിങ്ങൾക്ക് അതിന് വേണമെങ്കിൽ ഒരേ നിറമൊക്കെ കൊടുക്കാം കേട്ടോ. അപ്പം നൈറ്റ് പോലെ അവസാനിക്കുന്ന വേർഡ്സ് ഏതൊക്കെയാ? യെസ്, ഇതിൽ റൈറ്റ്, ദെൻ ഹിയർ ബ്രൈറ്റ്, ഹിയർ നോ, ഹിയർ ലൈറ്റ്, ഹിയർ ഹൈറ്റ്. ഓക്കെ, സോ അത് നാലും നമ്മളിവിടെ എഴുതുന്നു. നൈറ്റ്, ഹൈറ്റ്, ലൈറ്റ്, റൈറ്റ്, ബ്രൈറ്റ്. അപ്പോൾ IGHT നമ്മൾ ഐറ്റ് എന്ന് വായിക്കും. നെക്സ്റ്റ്, ലക്കി. നെക്സ്റ്റ്, ലക്കി പോലെയുള്ള സൗണ്ട് വരുന്ന വേർഡ്സ് ഏതൊക്കെയാ? യെസ്, ലക്കി, ഹിയർ happy, then here yummy, here Lucy, here very. Is it? Okay, അത് നമ്മൾ ഇവിടെ എഴുതുന്നു. നെക്സ്റ്റ്, സ്റ്റാർ പോലെ അവസാനിക്കുന്ന വേർഡ്സ് ഏതൊക്കെയാണ്? ഹിയർ സ്റ്റാർ, ആർ സൗണ്ട് കൊണ്ട് അവസാനിക്കണം. ഫാർ, സ്റ്റാർ, ജാർ, then tar, car. So which are they? Yes, star, car, tar, jar, far. Next, here, ear sound കൊണ്ട് അവസാനിക്കുന്ന വേർഡ്സ് ഏതൊക്കെയാ? near, then clear, here, then here fear, dear. ഓക്കെ, അപ്പോൾ ഹിയർ, നിയർ, ക്ലിയർ, ഡിയർ, ഫിയർ. ഓക്കെ, ഇവിടെ യമ്മി YUMMY ആണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ആക്ടിവിറ്റി 20 കംപ്ലീറ്റ് സെൻറ്റൻസസ്. ഈ സെൻറ്റൻസസ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ളത്
ദ സ്റ്റാർ ഈസ് സ്മോൾ, ദ സ്റ്റാർ ഈസ് ബ്രൈറ്റ്. അപ്പോൾ നമ്മളിവിടെ ആൻഡ് ചേർത്തിട്ട് പറയണം. അപ്പോൾ നമുക്കിങ്ങനെ പറയാം, ദ സ്റ്റാർ ഈസ് സ്മോൾ, എന്നിട്ട് ഇത് രണ്ടും ഒരേ സെൻറ്റൻസ് ആയതുകൊണ്ട് ഈ വേർഡ് മാത്രം ചേർത്താൽ മതി, ആൻഡ് ബ്രൈറ്റ്. നെക്സ്റ്റ്, ദ മൂൺ ഈസ് റൗണ്ട് ആൻഡ് വൈറ്റ് ആണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, ദ മൂൺ ഈസ് റൗണ്ട്, ദ മൂൺ ഈസ് വൈറ്റ്. ചേർത്ത് എഴുതുമ്പം ദ മൂൺ ഈസ് റൗണ്ട് ആൻഡ് വൈറ്റ്. നെക്സ്റ്റ്, ദ റെയിൻബോ ഈസ് കളർഫുൾ ആൻഡ് ബ്യൂട്ടിഫുൾ. ഇങ്ങനെ എഴുതാം, ദ റെയിൻബോ ഈസ് കളർഫുൾ, ദ റെയിൻബോ ഈസ് ബ്യൂട്ടിഫുൾ, ദ റെയിൻബോ ഈസ് കളർഫുൾ ആൻഡ് ബ്യൂട്ടിഫുൾ. നെക്സ്റ്റ്, ദ സൺ ഈസ് റെഡ് ആൻഡ് ദ ക്ലൗഡ്സ് ആർ വൈറ്റ്. ഇങ്ങനെ എഴുതാം, ദ സൺ ഈസ് റൗണ്ട്, ദ ക്ലൗഡ് ഈസ് വൈറ്റ്. ചേർത്ത് എഴുതുമ്പോൾ ദ സൺ ഈസ് റെഡ് ആൻഡ് ദ ക്ലൗഡ്സ് ആർ വൈറ്റ്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ആൻസേഴ്സ് എഴുതാം. സോ ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.